ഹലോ, നമ്മുടെ നാട്ടിലുണ്ടായ 2 ഇൻസിഡൻസിനെ പറ്റി എൻ്റെ ഒരു തോട്ട്, അത് എന്താ പറയുക, എൻ്റെ മാത്രം തോട്ടാണ്, മണ്ടത്തരൊക്കെ ആവാം, അത് പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്ത സമയത്ത്, അതൊരു 2012 ജോയിൻ ചെയ്ത് 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ സൂപ്പർവൈസർ, അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ കുറച്ച് കമ്പനിയായി കഴിഞ്ഞ് ഞങ്ങൾ പ്രാവശ്യം കാപ്പ് കുടിക്കാൻ പോയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാരണവശാലും മറ്റുള്ളവർ, അതായത് സൊസൈറ്റി എന്ത് നിന്നെപ്പറ്റി പറയുമെന്ന് വിചാരിച്ച് നീ നിൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കരുത്, അല്ലെങ്കിൽ നീ സൊസൈറ്റി എന്ത് പറയുമെന്ന് വിചാരിച്ച് നീ നിൻ്റെ ജീവിതം ജീവിച്ച് തീർക്കരുതെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി, ഓക്കെ, ഇതെനിക്ക് പുതിയ സംഭവമൊന്നുമല്ല. കാരണം നമുക്ക് ഒരുമാതിരിപ്പെട്ട ഇന്ത്യക്കാർ നമ്മളെപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ആ രീതിയിലാണ്. ഇതിപ്പോൾ ഇപ്പം എത്ര വർഷമായി, 14 വർഷം മുന്നേ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ 2 ഇൻസിഡൻറ്റ്, ഞാൻ അതിനെ കോട്ട് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പം നമ്മുടെ ആ ബസ്സിൽ ഒരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞ് ഉണ്ടായ ആ വീഡിയോ, ആ വ്യക്തി ആത്മഹത്യ ചെയ്തതും, പിന്നെ ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞത് കാരണം അമ്മയും മകളും ആത്മഹത്യ ചെയ്തതും. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഈ ഇൻസിഡൻസ് ഉണ്ടായി ഒരാഴ്ച, ഇപ്പം നമ്മൾ ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒരാഴ്ച ഇത് ഭയങ്കര സെൻസേഷണലായിരുന്നു. എനിക്കിതിനകത്ത് ആര് തെറ്റുകാർ ആര് ശരി അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതുണ്ടായ സമയത്ത് ഇത് ഭയങ്കര സെൻസേഷണലായിരുന്നു. ഇപ്പം നമ്മുടെ സമൂഹം, ഇപ്പം നമ്മുടെ ന്യൂസ് ചാനൽ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. അതായത് ആ സംഭവം പാസ്റ്റായി കഴിഞ്ഞു. സൊസൈറ്റിക്ക് ഇപ്പോൾ വേറെ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. സോ ഞാനങ്ങനെ വിചാരിക്കായിരുന്നു, ഇപ്പം ആ ദീപക് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തെ അലട്ടുന്ന ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായിരുന്നിട്ടുണ്ടാവുക, ഈ വീഡിയോ കണ്ട് ആളെപ്പറ്റി മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതായിരിക്കും ആളെ ഏറ്റവും വിഷമിപ്പിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാവുക. അതുപോലെ ആ അമ്മയും മകളും, ഭർത്താവിന് താല്പര്യമില്ല, ഭർത്താവിന് ഒട്ടും താല്പര്യമില്ല എന്നുള്ള ഭാര്യ ആയ സ്ഥിതിക്ക് ആ പെൺകുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞ കാരണം അവരെയും, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി വെച്ച് അവരെയും ഏറ്റവും അലട്ടിയിട്ടുണ്ടാവുന്ന കാര്യം നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്ത് പറയും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ വ്യക്തികൾക്കെല്ലാം ജീവൻ പോയി. സമൂഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളായിട്ട് ജീവിക്കുക. സമൂഹം അതവിടെ എന്നും ഉണ്ടാവും, ഇന്നും നാളെയൊക്കെ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.